ഗൂഗിളിൽ റേവ് റിവ്യൂസുള്ള ഒരു പാൻ ഏഷ്യൻ കുക്ക് ഹൗസിൽ നിന്നാണ് ഞാനിന്ന് ഡിന്നർ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഗൂഗിളിൽ കൂടുതലും പോസിറ്റീവ് റിവ്യൂസാണുള്ളത്, വളരെ കുറച്ച് നെഗറ്റീവ് റിവ്യൂസേ ഉള്ളൂ. നല്ല റേറ്റിംഗും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്ത് ട്രൈ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് ഇന്നില്ല. അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞത് ഇവരുടെ മെനു ഞാൻ കുറച്ചൊന്ന് പഠിച്ചു. അതിൽ നിന്ന് ഞാൻ ഒരു ഐറ്റം പിക്ക് ചെയ്തിട്ടുണ്ട്, നാസി ഗോറങ്. ഞാനിവിടെ വന്നത് ഈദ് ദിവസമാണ്. ഈ ഒരു പാൻ ഏഷ്യൻ കുക്ക് ഹൗസ് ഇന്ന് ഓപ്പൺ ആണെങ്കിലും ഫുള്ളി ഫങ്ഷണൽ അല്ല. ഇവരുടെ പാൻ ഏഷ്യൻ കുസിൻ പ്രിപ്പയർ ചെയ്യുന്ന ഷെഫ് ലീവിലാണ്. ഇന്ന് ഫുള്ളി ഫങ്ഷണൽ അല്ലാത്തതുകൊണ്ട് മറ്റൊരു ഗുണമുണ്ടായി, തിക്കും തിരക്കുമില്ലാതെ ഫെങ്വേയുടെ ഇൻറ്റീരിയറിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. സാധാരണ എല്ലാവരും സൈൻ ബോർഡിൽ റെസ്റ്റോറൻ്റ് എന്നാണ് എഴുതുക, പക്ഷേ ഇവർ കൊടുത്തിരിക്കുന്നത് പാൻ ഏഷ്യൻ കുക്ക് ഹൗസ് എന്നാണ്. ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിലെ ഭക്ഷണങ്ങൾ തയ്യാറാക്കി നൽകുന്ന ഭക്ഷണശാലയായതുകൊണ്ടാണ് പാൻ ഏഷ്യൻ കുക്ക് ഹൗസ് എന്ന് സൈൻ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നാളെ ഫെങ്വേ ഫുള്ളി ഫങ്ഷണലാണ്. നാളെ വന്ന് ഇവരുടെ നാസി ഗോറങ് ട്രൈ ചെയ്യണം. നാസി ഗോറങ് ഒരു ഫേമസ് ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസ് ഡിഷാണ്. നാസി എന്ന് വെച്ചാൽ റൈസ് എന്നും ഗോറങ് എന്ന് വെച്ചാൽ ഫ്രൈഡ് എന്നുമാണ് അർത്ഥം. ഒരു സണ്ണി സൈഡ് അപ്പ് എഗ്ഗ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താണ് എനിക്ക് ഈ ഡിഷ് കിട്ടിയത്. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് തോന്നുന്നു. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഇനി എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിച്ചപ്പോൾ ഇതിലെല്ലാം ഉണ്ട്, ഒന്നും അഡീഷണലായി വാങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് ചിരിച്ചുകൊണ്ട് എന്നോട് ഷെഫ് പറഞ്ഞത്. നമ്മുടെ നോർമൽ ഇന്ത്യൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഗ്രേവി ഐറ്റം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയതായി എനിക്ക് തോന്നാറുള്ളൂ. ഇതിപ്പോൾ ഗ്രേവിയൊന്നുമില്ലാതെ കംപ്ലീറ്റ് ആയി എന്നാണ് ഷെഫ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ ഫ്രൈഡ് റൈസിനേക്കാൾ ഫ്ലേവർഫുൾ ആയിരിക്കണം ഈ ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസ്. ഫസ്റ്റ് ചൂസ് ചെയ്തപ്പോൾ ഷെഫ് എന്തുകൊണ്ടാണ് ഗ്രേവിയൊന്നും വേണ്ട എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി. നാസി ഗോറങ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ്. ദിസ് ഈസ് പ്യുവർ ഹെവൻ, ഫുൾ ഓഫ് ഫ്ലേവേഴ്സ്. സ്പൈസി, കാരമലൈസ്ഡ്, സോൾട്ടി, ഹോട്ട്, അരോമാറ്റിക് ആൻഡ് ഫ്ലേവർഫുൾ. ഇതിലെ ഷ്രിംപ് AKA ചെമ്മീൻ നല്ല സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. ഫ്രൈഡ് റൈസിൻ്റെ ഈ ഒരു കോംപ്ലക്സ് ഫ്ലേവറിൻ്റെ കൂടെ ഷ്രിമ്പിൻ്റെ ടേസ്റ്റ് കൂടി വരുമ്പോൾ ഉമാമി ഫ്ലേവർ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് തന്നെ പറയാം. എന്താ പറയുക, ഓരോ ബൈറ്റിലും ഒരു ലോട്ട് ഫ്ലേവേഴ്സ് കിട്ടുന്ന അടിപൊളി ഫ്രൈഡ് റൈസാണ് നാസി ഗോറങ്. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടില്ല. ഐ ബിക്കേം എ ഫാൻ ഓഫ് നാസി ഗോറങ് ആൻഡ് നൗ ഇറ്റ്സ് മൈ ഫേവറേറ്റ് ഫ്രൈഡ് റൈസ്. നാസി ഗോറങ്ങിൻ്റെ കോംപ്ലക്സ് ഫ്ലേവർ പ്രൊഫൈലും അതിൻ്റെ ഡെപ്തും എന്നെ ശരിക്കും ഇംപ്രസ് ചെയ്തു. നാസി ഗോറങ് കഴിച്ചു കഴിഞ്ഞ് റെഗുലർ ഇന്ത്യൻ ഫ്രൈഡ് റൈസിലേക്ക് ഒരു തിരിച്ചുപോക്ക് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റെപ്പ് ഡൗൺ തന്നെയാണ്. ഇത് ഒതൻറ്റിക് നാസി ഗോറങ് ആണെന്ന് കൺഫേം ചെയ്യാനുള്ള എക്സ്പെർട്ടീസ് ഒന്നും എനിക്കില്ലെങ്കിലും ഇത് ഞാൻ കഴിച്ചിട്ടുള്ള ഫ്രൈഡ് റൈസുകളുടെ രാജാവാണെന്ന് നിസ്സംശയം പറയാം. ഈ ഫ്രൈഡ് റൈസിലെ എല്ലാ എലിമെൻസും ടേസ്റ്റിനെ എലിവേറ്റ് ചെയ്യുന്നു എന്നത് നാസി ഗോറങ്ങിന് ഫ്രൈഡ് റൈസുകളുടെ ഇടയിൽ ഗോഡ് സ്റ്റേറ്റസ് നൽകുന്നു. നാസി ഗോറങ്ങിൽ ഇന്തോനേഷ്യൻ സ്റ്റൈൽ ചെമ്മീൻ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ആ പേസ്റ്റാണ് ഈ ഒരു ഫ്രൈഡ് റൈസിന് ഫ്ലേവറിൻ്റെ കാര്യത്തിൽ ഇത്രയും ഡെപ്ത് തരുന്നത് എന്നാണ് ഷെഫ് എന്നോട് പറഞ്ഞത്. സണ്ണി സൈഡ് അപ്പ് എഗ്ഗും നാസി ഗോറങ്ങിന് ഒരു പെർഫെക്റ്റ് കമ്പാനിയനാണ്. മുട്ടയുടെ യോക്ക് കൂട്ടി കഴിക്കുമ്പോൾ റൈസിനൊരു റിച്ച് ഫ്ലേവർ കിട്ടുന്നുണ്ട്. എല്ലാം കൊണ്ടും നാസി ഗോറങ് സൂപ്പറാണ്. നാസി ഗോറങ് കിടുവായിട്ടുമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ കഴിച്ച് തീരുന്നതും പ്ലേറ്റിലേക്ക് ഞാൻ നോക്കുമായിരുന്നു, ഇനിയും ഉണ്ടോ കഴിക്കാമെന്ന്. അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഒരു റൈസ് ഐറ്റം ആദ്യമായിട്ടാണ് ഞാൻ സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫ്രൈഡ് റൈസോ പിന്നെ പനീർ ബട്ടർ മസാലയും അല്ലെങ്കിൽ ചിക്കൻ ടിക്ക മസാലയൊക്കെ കഴിക്കുമ്പോൾ രണ്ടും കൂടെ കൂട്ടിയാണല്ലോ കഴിക്കുന്നത്. അപ്പം എന്തായാലും ഒരു 400 രൂപയ്ക്ക് മുകളിൽ പോകും. ഇതിന് 389 രൂപയേ ഉള്ളൂ. വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ വന്നാൽ എന്തായാലും ട്രൈ ചെയ്യണം. ഊട്ടി വരുമ്പോൾ ഈ ഒരു സ്പോട്ട് മറക്കണ്ട. ഫെങ്വേ എന്നാണ് പേര്. ഇവിടുന്ന് നാസി ഗോറങ് കഴിച്ചു നോക്കൂ, അടിപൊളിയാണ്.